2.5 മാസം പിന്നിട്ട ദൗത്യത്തിനൊടുവിലാണ് ഗംഗാവലിപ്പുഴയിൽ നിന്ന് അർജുന്റെ ലോറിയും മൃതദേഹവും ലഭിച്ചത്. ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ രക്ഷാദൗത്യത്തിന്റെ നാൾവഴിക്കാണ്. ജൂലൈ 16-ന് കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിൽ കനത്ത മഴയ്ക്ക് പിന്നാലെ മണ്ണിടിച്ചിൽ. റോഡരികിലെ കടകൾക്കും വാഹനങ്ങൾക്കും മേലെ ഒരു കുന്നു തന്നെ ഇടിഞ്ഞു വീണു. അന്ന് തന്നെ 4 മൃതദേഹം കണ്ടെത്തി. അടുത്ത ദിവസം ഗംഗാവലിപ്പുഴയിലൂടെ ഒഴുകുന്ന ടാങ്കർ ലോറി കണ്ടെത്തിയതോടെയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വെളിപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം പുഴയിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ജൂലൈ 19-നാണ് കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാനില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തിയത്. ഇന്നലെ ഞാൻ വിളിച്ചപ്പോഴും ഫോൺ റിങ് ചെയ്തിരുന്നു, ഒരു 11 മണി സമയത്ത്. അപ്പം ഞാൻ അതുവരെ പറഞ്ഞിട്ട് അവരാരും വിശ്വസിക്കുന്നില്ല. ഇത്രയും എല്ലാവരും വിളിക്കുമ്പോഴും സ്വിച്ച് ഓഫ് ആണ് കാണിക്കുന്നത്. ഇന്ന് രാവിലെ വിളിച്ചപ്പോഴും ഞങ്ങൾ കസിൻ ബ്രദർ വിളിച്ചിരുന്നു രാവിലെ. അപ്പോഴും ഫോൺ ഫുൾ റിങ് അടിച്ചിട്ട് പിന്നെ സ്വിച്ച് ഓഫ് ആയി കാണിക്കുന്നത്. അപ്പോൾ റേഞ്ച് ഇങ്ങനെ വരുമ്പോൾ റിങ് ചെയ്യുന്നതായിരിക്കും. അർജുനും ലോറിയും അങ്കോല മണ്ണിടിച്ചിലിൽ അകപ്പെട്ടെന്ന് വ്യക്തമായി. തുടർന്നുണ്ടായ പരിശോധനയിൽ ലോറിയുടെ GPS ലൊക്കേഷൻ അവസാനം പ്രവർത്തിച്ചത് ദുരന്തത്തിന് തലേന്ന്, അതായത് ജൂലൈ 16-ന് രാവിലെ 8:49 വ്യക്തമായി. ജൂലൈ 20-ന് NIT സൂരത്കലിലെ വിദഗ്ധ സംഘം അപകടസ്ഥലത്ത് പരിശോധന നടത്തി. അന്ന് തന്നെ ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചും പരിശോധിച്ചു. ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടതനുസരിച്ച് സൈന്യം ഷിരൂരിലെത്തി. കേരളത്തിൽ നിന്നുള്ള ശക്തമായ സമ്മർദ്ദത്തെ തുടർന്ന് രക്ഷാദൗത്യം വേഗത്തിലായി. ജൂലൈ 21-ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അപകടസ്ഥലം സന്ദർശിച്ചു. കരയിലെ പരിശോധനയിൽ ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താനായില്ല. ലോറി പുഴക്കടിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കർണാടക റവന്യൂ മന്ത്രി അറിയിച്ചു. അന്ന് തന്നെ ഡീപ് സെർച്ച് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. റഡാർ സിഗ്നൽ കിട്ടിയ അതേ സ്ഥലത്ത് സോണാർ സിഗ്നലും കിട്ടി. ജൂലൈ 23-ന് പരിശോധനയ്ക്കിടയിൽ സന്ന ഹനുമന്ത എന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ കനത്ത മഴയും കാറ്റും ഗംഗാവലിപ്പുഴയിലെ അടിയൊഴുക്കും രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയായി. തിരച്ചിൽ ഇടയ്ക്കിടെ നിർത്തിവച്ചു. ജൂലൈ 23-ന് തന്നെ ലോങ് ബൂം എക്സ്കവേറ്റർ സ്ഥലത്തെത്തി. അടുത്ത ദിവസം മുതൽ പുഴയിൽ നിന്ന് മണ്ണ് നീക്കം ചെയ്യാൻ തുടങ്ങി. ജൂലൈ 25-ന് ഐബോട്ട് ഡ്രോൺ പരിശോധന നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായതോടെ പുഴയിൽ ഡൈവിംഗ് സാധ്യമായില്ല. ജൂലൈ 26-ലെ സൈന്യത്തിന്റെ ഐബോട്ട് പരിശോധനയിൽ ലോറിയുടേതെന്ന് കരുതുന്ന 4-മത്തെ സിഗ്നൽ കിട്ടി. 27-ന് അക്വാമാൻ എന്നറിയപ്പെടുന്ന മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ തിരച്ചിലിനെത്തി. മണിക്കൂറുകളോളം തിരച്ചിൽ നടത്തിയിട്ടും ഫലം കാണാതായതോടെ നിർത്തി. പിന്നീട് അദ്ദേഹം അർജുന്റെ വീട്ടിലെത്തി. അർജുനെ കണ്ടെത്തുമെന്ന് അമ്മയ്ക്ക് ഉറപ്പു നൽകി. പ്രതീക്ഷകൾ മങ്ങി തിരച്ചിൽ നിർത്തിവെച്ചു. അർജുൻ ഉൾപ്പെടെ മണ്ണിടിച്ചിലിൽ കാണാതായ 3 പേർക്കുമായി തിരച്ചിൽ നടത്തണമെന്ന് ഓഗസ്റ്റ് 6-ന് കർണാടക ഹൈക്കോടതി സർക്കാർ നിർദ്ദേശം നൽകി. ഇതിനിടെ പലപ്പോഴും തിരച്ചിലിന് ശ്രമിച്ചെങ്കിലും പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായി. സെപ്റ്റംബർ 18-ന് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള നിർണായകമായ ഘട്ടം ആരംഭിച്ചു. പല വാഹനങ്ങളുടെയും ഭാഗങ്ങൾ പലപ്പോഴായി പുഴയിൽ നിന്ന് കിട്ടി. 6-ാം ദിനം ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്ന് അർജുന്റെ ലോറി കണ്ടെത്തി. ഛേദനയേറ്റ അർജുനെയും. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.